രാത്രി സമയങ്ങളിലും പുലർച്ചെ, അതായത് പൊതുജനങ്ങളുടെ ശ്രദ്ധ ഇല്ലാത്ത സമയത്ത് സംഘടിതമായി നിന്നുകൊണ്ടുള്ള ഒരു കായിക പരിശീലനം നടത്തുക എന്നുള്ളതാണ് അവിടെ നമ്മൾ കണ്ടത്. ഇതിനകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ചെറിയ കുട്ടികൾക്ക് പക്ഷേ ഒരു 400 മീറ്റർ മാറി നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഒളിക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. കാരണം കനത്ത സുരക്ഷാ സംവിധാനമാണ് ആ പരിസരത്തേക്ക് അവരുടെ പ്രവർത്തകർ, RSSന്റെ പ്രവർത്തകരല്ലാത്ത ഒരാൾക്ക് പോലും ആ പരിസരത്തിന്റെ 4 അയലത്ത് പോലും എത്താൻ പറ്റാത്ത അത്രയും സുരക്ഷയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിനിടയിൽ വെച്ചാണ് ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അതിനുശേഷം നമ്മുടെ ക്യാമറയിൽ കണ്ടപ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ഇതിന്റെ ഭീകരത മനസ്സിലാവുന്നത്. ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഒരു ആക്രമണ വാസനയുള്ളവരാക്കി മാറ്റുകയാണ്. ദണ്ഡ ഉപയോഗിച്ച് അതുപോലെ തന്നെ മറ്റ് കായിക മുറകളെല്ലാം അഭ്യസിപ്പിച്ചുകൊണ്ട് അവരെ കൃത്യമായി എങ്ങനെ ആക്രമണത്തിന് നേതൃത്വം നൽകാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ആക്രമണത്തിൽ പങ്കാളികളാകാം എന്നുള്ള രീതിയിലേക്ക് വളരെ കൃത്യമായ രീതിയിലുള്ള ക്ലാസുകൾ തന്നെയാണ് അവിടെ നൽകുന്നത്. സൗമ്യ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ ഗൌരവതരമായ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഇത്തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഇതാദ്യമായാണ്. വ്യക്തിത്വ വികസനം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന RSSന്റെ ക്യാമ്പിലാണ് ഇത്തരത്തിൽ ആയുധ പരിശീലനം നൽകുന്നത്. 13 വയസ്സിന് മുകളിലുള്ള തൊട്ടുള്ള കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ ആയുധ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് എന്നതൊക്കെ തന്നെയും കാര്യത്തിന്റെ ഗൌരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച്